എന്താടോ ഇത് പൊട്ടുന്നില്ല സാർ. ആ അത് സാരില്ല. ദേ ഈ സ്വീറ്റ്സ് എല്ലാവരും കൊടുക്കും. ആ സാറേ പ്രൊമോഷൻ കിറ്റിന്റെ ചെലവ് സ്വീറ്റ്സിൽ ഒതുക്കിയാൽ പോരാ, പാർട്ടി എന്തെങ്കിലും വേണം വേണ്ടേ? സാറേ പാർട്ടി. ഓ ഷുവർ ഷുവർ ഷുവർ. നാളെ നൈറ്റ് എൻ്റെ വക എല്ലാവർക്കും പാർട്ടി. പിന്നെ എല്ലാവരും ഫാമിലി ആയിട്ട് വരണം. വൈഫിനെയും കുട്ടികളൊക്കെ കൊണ്ടുവരാൻ മറക്കണ്ട. ഇനിയിപ്പോൾ വൈഫ് ആവാത്തവര് അറേഞ്ച് ചെയ്ത് കൊണ്ടുവരൊന്നും വേണ്ട കേട്ടോ. ഓക്കെ ഓക്കെ, ബാക്ക് ടു വർക്ക്. ചെല്ല് ചെല്ല്. ഹലോ, മേ ഐ കം ഇൻ? യെസ്, കം ഇൻ. ഡെപ്യൂട്ടി ജനറൽ മാനേജർ സുജിത്, കൺഗ്രാറ്റുലേഷൻ. എടോ താൻ എവിടെയായിരുന്നു? ഈ ഓഫീസിലെ ബാക്കി എല്ലാവരും ഇവിടെ വന്നു അറിയോ? സൈറ്റിൽ കുറച്ച് പണി അത്യാവശ്യമായിട്ട് തീർക്കാനുണ്ടായിരുന്നു, അതിന്റെ പുറകിലായി പോയി. സൈറ്റിലായിരുന്നോ? പിള്ളേരാരോ പറഞ്ഞു താൻ ടോയ്ലറ്റിലുണ്ടായിരുന്നു, വിളിച്ചിട്ട് പുറത്തിറങ്ങിയില്ല. ആരാണാ പറഞ്ഞത്? അതാരെങ്കിലും ആവട്ടെ, അത് വിട്. താനൊരു സ്വീറ്റ് എടുത്തേ. അതവിടെ നിൽക്കട്ടെ. എനിക്ക് പ്രൊമോഷൻ കിട്ടാത്തതിന് തന്നോട് ചുരുക്കാണെന്ന് ഇവിടെ ചില നാറികൾ പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷേ കഴിവും എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് ഞാനിരിക്കേണ്ട കസേരയുണ്ട് അത്. പക്ഷെ ഇപ്പോഴത്തെ കമ്പനികൾ കഴിവും സീനിയോറിറ്റി ഒന്നും അല്ല ആളെടുക്കുമ്പോൾ നോക്കണത്. അത് ശരി. നീ അവിടെ ഇരിക്കണമെങ്കിൽ ഞാൻ ഹാപ്പിയാണ് കേട്ടാ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്രോജക്റ്റ് ആർക്ക് അസൈൻ ചെയ്യണമെന്നോ പിടിക്കണമെന്നോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി, ഞാനുണ്ട് ഇവിടെ. അത് പിന്നെ എനിക്കറിയില്ലേ. നീ അവിടെ ഇരിക്കണമെങ്കിൽ ഞാൻ ഹാപ്പിയാണ് കേട്ടാ. നമുക്കേ ഈ മേശയമേന്ന് ഒന്ന് എഴുന്നേറ്റട്ടെ, ആ കസേരയിൽ ഇരുന്നൊന്ന് സംസാരിച്ചു നോക്കിയാലോ? അതാണ് കംഫർട്ടേ. എന്റെ മേശക്ക് ഉറപ്പില്ലല്ലേ? ആ ഇരി. ആ ഇപ്പൊ ഓക്കെ. ഇനി പറ, നമ്മളെന്താണ് പറഞ്ഞിരുന്നത്? ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നതുകൊണ്ട് കിഷോറിന് ഭയങ്കര സന്തോഷമാണെന്ന്. താൻ ഈ കസേരയിൽ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കമ്പനിയുടെ നല്ല പ്രൊജക്റ്റ് ഒക്കെ ഡയറക്റ്റ്ലി എനിക്ക് അസൈൻ ചെയ്ത് തരുമല്ല. അങ്ങനെ ഞാൻ വിചാരിച്ചിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ആഴ്ച എനിക്ക് വന്നൊരു പ്രൊജക്റ്റ് താൻ ശ്യാമിന്, നമ്മുടെ പുതിയ ടീമിന് അസൈൻ ചെയ്ത് കൊടുത്തുനിന്ന്. തനിക്ക് തെറ്റുപറ്റിയായിരിക്കുള്ളൂ, കുഴപ്പമില്ല. അതൊന്ന് എനിക്ക് മാറ്റി അസൈൻ ചെയ്ത് തന്നാൽ മതി കേട്ടാ, ഞാൻ ക്ഷമിച്ചത്. അല്ല കിഷോറെ, അത് എനിക്ക് തെറ്റ് പറ്റിയതല്ല, ഞാൻ മനഃപൂർവ്വം കൊടുത്തു തന്നെ അത്. അല്ല, ഇത്ര എക്സ്പീരിയൻസ് ആയിട്ട് ഞാനിവിടെ ഇരിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണോ താൻ ഒരു പുതിയ ടീമിന് അത് കൊടുക്കുന്നത്? ആ പുതിയ പയ്യനാകുമ്പോഴേ അവൻ വൃത്തിയായിട്ട് പണിയെടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ 6 മാസമായിട്ട് ഒരു പ്രൊജക്റ്റ് കൊണ്ട് നടക്കാണല്ലോ, അതാദ്യം തീർക്ക്. ഇതാകുമ്പോൾ കുഴപ്പമില്ലാണ്ട് അങ്ങോട്ട് പൊക്കോളും. അപ്പൊ പദവി കയറി കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് കഴിഞ്ഞ് അല്ലേ? നമ്മളോട് കൊടക്കിട്ട് കസേരയിൽ ഞങ്ങൾ ഇരിക്കാൻ പറ്റും തോന്നണ്ട സുഹൃത്തെ. ഫൗണ്ടേഷൻ ഉണ്ടെങ്കിലേ കെട്ടിടം പണിയാൻ പറ്റൂ. നീ ആരാണെന്നാണ് നിന്റെ വിചാരം? എടാ 1000 ചാക്ക് സിമെന്റ് ഇറക്കേണ്ടടുത്ത് പകുതി മെറ്റൽ പൊടി കൊണ്ട് അടിച്ചതാണോ നിന്റെ എക്സ്പീരിയൻസ്? അതോ നല്ല ഹൈ ക്വാളിറ്റി ബ്രിക്സ് ഇറക്കേണ്ട സ്ഥലത്ത് മറ്റേ ചൈനീസ് കട്ട കൊണ്ടുവന്ന് ഇറക്കിയതാണോ നിന്റെ എക്സ്പീരിയൻസ്? എടാ നീ പൂഴ്ത്തിയതും വാരിയതും കോരിയതും സകലത്തിന്റെയും തെളിവ് ഫയൽ ചെയ്ത് എൻ്റെ ഇരിപ്പുണ്ട്. ഇവിടെ അല്ല, വീട്ടില്. ഇത്രയും കാലം ഞാൻ ഈ ഫയല് ബോർഡിന്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യാണ്ടിരുന്നത് നീ പറഞ്ഞ സീനിയോറിറ്റി കൊണ്ടാ. പക്ഷെ കിഷോർ, ഇനിയും നീ ഇതേ കന്നന്തിരിവുകൾ കാണിച്ചുകൊണ്ടിരുന്ന ഞാൻ ഈ ഫയല് ബോർഡിന്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യും. നീ കമ്പനിയിൽ നിന്ന് പുറത്താവും, ചിലപ്പോൾ അകത്താവും. എന്താ പറഞ്ഞ നേരത്തെ? ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ കെട്ടിടം പണിയാൻ പറ്റും. അതുകൊണ്ട് മോൻ ചെന്ന് ആ ഏൽപ്പിച്ച പണി ഉണ്ടല്ലോ അത് കൃത്യമായിട്ട് ചെയ്തു തീർക്ക്. അത് കഴിഞ്ഞ് വരുമ്പോൾ വല്ല പബ്ലിക് ടോയ്ലറ്റോ അതല്ലെങ്കിൽ കോഴി ഫാമോ അങ്ങനെ എന്തെങ്കിലും ചെറിയ വർക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഏൽപ്പിക്കാം. അത് പറഞ്ഞപ്പോഴൊന്നിരുന്നൊരു കാര്യം കൂടി പറയാണ്ട്. ഈ അളിയ പൊളിയ വാടാ പോടാന്നൊക്കെ വിളിച്ചിട്ടുള്ള ഈ ഷോപ്പ് ഉണ്ടല്ലോ, അത് ഈ ഓഫീസിൽ നിർത്തിയത്. കോൾ മി സാർ. ഓക്കെ? പിന്നെ പോകുമ്പോ പൊടിച്ചിട്ട് ലഡു ഒക്കെ ഒന്ന് വാരെടുത്തുണ്ടോ? டேய் முத்துச்சாமி, என்னடா அங்க சத்தம்? டேய் பார்த்து பண்ணுடா டேய். സാറേ, കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. സാറ് മുന്നിലുണ്ടെന്നുള്ള ഒറ്റ ധൈര്യത്തില കേട്ടോ നമ്മൾ ഈ കളിയൊക്കെ കളിക്കുന്നത്. എന്റെ വിഷമം അതല്ല, നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്തേ. ഇനി ഒരു പ്രശ്നം വന്നാൽ സാർ അകത്തു പോവും. ഞങ്ങളുടെ രണ്ടുപേരുടെ പുറത്തിടുന്ന എന്തോ കാണിക്കാന് അല്ലേ? ആന്നേ. ഹലോ, ആ പണത്തിരിക്കാൻ പോണ ആൾക്കാരുടെ ലിസ്റ്റ് ഒന്ന് തന്നെ. എടാ, അകത്ത് പോണെങ്കിൽ നമ്മൾ എല്ലാരും കൂടി അകത്ത് പോകുള്ളൂ, മനസ്സിലായില്ലേ? ഇനിയിപ്പോ അവന്റെ കയ്യിൽ നിന്നെ കുറിച്ചുള്ള തെളിവില്ലെങ്കിൽ അതിന് ആവശ്യത്തിലധികം എൻ്റെ കയ്യിലുണ്ട്. അത് ഓർത്ത് ഇവിടെ ആരും പേടിക്കണ്ട. പിന്നെ പ്ലാനിങ്ങിന്റെ കാര്യം, അത് ജയിലിൽ നമുക്ക് ഒറ്റ സെല്ല് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് നടത്താം. പണത്തിരുത്തി തരാം ഞാൻ രണ്ടിനെ. സാറേ,
എന്നാലും ഇയാൾ ഇത് എങ്ങനെ കണ്ടുപിടിച്ചെന്ന്? എങ്ങനെ കണ്ടുപിടിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. നീയല്ലേ ഈ സൈറ്റ് സൂപ്പർവൈസർ? ആ വാളിൽ നിന്ന് പുറത്ത് തള്ളിക്കണ കമ്പി അത് എന്താവശ്യത്തിനാണ് അവിടെ നിൽക്കുന്നത്? പണി കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് മുറിച്ച് മാറ്റാൻ പാടില്ലേ? ഓഫീസിൽ നിന്ന് ആരെങ്കിലും ഇൻസ്പെക്ഷന് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് മനസ്സിലാവില്ല അകത്തുള്ളത് മുഴുവൻ ലോ ക്വാളിറ്റി ആണെന്ന്. അതെ സാർ, അതെൻ്റെ പുതിയൊരു ടെക്നിക്കാണ്. എന്ത് ടെക്നിക്ക് കേട്ടോ, ആ തെള്ളി നിൽക്കുന്നത് ഹൈ ക്വാളിറ്റി കമ്പിയാണ്. ആക്ച്വലി അതിനകത്ത് കമ്പിയേ ഇല്ല. പുറത്തുനിന്ന് ഒരാൾ ഇൻസ്പെക്ഷൻ വന്ന് നോക്കുമ്പോൾ അയാൾ കരുതും അകത്തുള്ള ഹൈ ക്വാളിറ്റി കമ്പികളുടെ അതിപ്രസരം മൂലം 1-2 കമ്പികൾ തെളിയിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് അത് അവിടെ വെച്ചേക്കുന്നത്. ബ്രില്യൻ ജാഫറെ, ഇമാതിരി ബ്രില്യൻസ് കാണിക്കണേക്കാട്ടും ഒരു വാക്ക് എന്നോട് പറയണം. നല്ല രീതിയിൽ മുക്കിയിട്ടാണ് ഇങ്ങനൊരു സാധനം ഒട്ടിച്ചും പറ്റിച്ചും പൊക്കിക്കൊണ്ട് വരുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി മാന്തരുത്. ഇതെല്ലാം കൂടി ഇടിഞ്ഞു വിളിച്ച് വീണ് കഴിഞ്ഞാലുണ്ടല്ല ഞാനായിരിക്കും ഉത്തരം പറയേണ്ടത്. അതാ ഞാനും വിചാരിച്ചത്. ഇത്രയൊക്കെ ബ്രില്യൻസ് കയ്യിലുണ്ടായിട്ട് എന്താ പുള്ളിക്ക് മാത്രം പ്രൊമോഷൻ ഒന്നും കിട്ടാന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. മണ്ടൻ. ഡോ താൻ തൻ്റെ അളിയന് കടമുറി പണിയാൻ വേണ്ടിയല്ലേ ഇവിടുത്തെ കമ്പിയെല്ലാം കൂടെ എടുത്തോണ്ട് പോയത്. പിന്നെ ഞാൻ എന്തിട്ട് പണിയും? സാറേ പെട്ടെന്ന് ആവശ്യം വന്നപ്പോൾ ഒന്ന് മറിച്ചാൽ വേറെ സൈറ്റിൽ നിന്ന് എടുക്കാം. സാറേ എന്തായാലും നമ്മൾ തട്ടിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ കുറച്ച് ക്രിയേറ്റീവായിട്ട് തട്ടിക്കാന്ന് വെച്ചു. അതെ, നമ്മുടെയൊക്കെ ക്രിയേറ്റിവിറ്റി ഫയലിലാക്കി ഒരുത്തം വീട്ടിൽ കൊണ്ടേ വെച്ചിട്ടുണ്ട് അവിടെ. സാറേ ഈ തെളിവുണ്ടെന്ന് പറയുന്നില്ല, പൊക്കി കാണിച്ചിട്ടൊന്നുമില്ലല്ലോ. അവൻ വെറുതെ തള്ളിയായിരിക്കും. ഇന്ന് വരെ ഞാൻ മെറ്റീരിയൽസ് കാണിച്ചിട്ടുള്ള തിരിമറിയൊന്നും ഒരുത്തരം കണ്ടുപിടിച്ചിട്ടില്ല. അവൻ തള്ളിയതാന്ന് എനിക്ക് തോന്നണല്ലോ കേട്ടോ. നമ്മൾ ഇറക്കിയ സിമെന്റിന്റെയും കമ്പിയുടെയും എന്തിനാ ആരും അറിയാണ്ട് ഇറക്കിയ ചൈനീസ് കട്ടയുടെ കണക്ക് വരെ അവൻ മുഖത്ത് നോക്കി പറഞ്ഞിട്ടാ. ഓ അതും പൊക്കിയോ അവൻ? സാറേ ഇത് ഓഫീസിലെങ്ങനെ വരുന്നത് നമുക്ക് ഈസി ആയിട്ട് ചൂണ്ടായിരുന്നു. ഞാൻ തന്നെ എത്ര ഫയൽ കൊടുത്തിട്ടുണ്ടെന്ന് അറിയൂ. സാറേ അയാൾക്ക് പിള്ളേരുണ്ടോ? പിള്ളേരൊന്നുമില്ല. എന്തേ? എൻ്റെ ഒരു കിടിലൻ ഐഡിയ ഉണ്ടായിരുന്നു. കിഡ്നാപ്പിംഗ് ആയിരിക്കും സാറേ. ഇങ്ങനെ ഐഡിയ കേൾക്കാൻ നിന്ന് നമ്മൾ റൂം സെറ്റ് ചെയ്യുന്ന തീഹാർ ജയിലിലായിരിക്കും. നിലവിലുള്ള കേസ് വെച്ച് നമുക്ക് നാട്ടിൽ തന്നെ കണ്ണൂരിലോ പൂജപ്പുരയിലോ എവിടെയെങ്കിലും കിടക്കാം. ഒരു കാര്യം ചെയ്യാം, അയാളുടെ വീണ്ടും വാതൊക്കെ ചെന്നിട്ടേ ഫയലേ ഇന്നിറങ്ങി വരാൻ പറയാം. നമ്മുടെ ഫയലല്ലേ, നമ്മൾ വിളിച്ചാൽ എന്തായാലും വരും. അങ്ങനെയാണെങ്കിൽ വിളിച്ചിറക്കി ഒരു ഓട്ടോ കയറ്റിയാൽ കൂട്ടോ. എന്തേ? അതെ, നമ്മൾ അതും ഇതൊന്നും പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇതിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ തോന്നണുള്ളൂ. നാളെ അയാൾക്കൊരു പ്രൊമോഷൻ പാർട്ടി ഉണ്ട്. അയാളും ഭാര്യ എന്തായാലും പോകും. ആ ഗ്യാപ്പിൽ കയറി ആ ഫയൽ പൊക്കണം അവിടെ. മോശനോ? സാറേ ഈ വീട്ടിൽ കയറി മുട്ടിക്കാന്നൊക്കെ പറഞ്ഞാൽ എടോ, ഇത്രയും ആളുള്ള സൈറ്റിൽ നിന്ന് നമ്മൾ പല സാധനങ്ങളും മുക്കണില്ലേ? അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല ആളില്ലാത്തൊരു വീട്ടിൽ നിന്ന് ഒരു ചെറിയ ഫയൽ പൊക്കാനായിട്ട്. നമ്മൾ ഒന്നിച്ച് നിന്ന് കാര്യങ്ങൾ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് ഈ പ്രശ്നത്തിൽ നിന്ന് ഊരാം. എന്തു പറയണം? കക്ക പൊക്കാം. മഞ്ജു റെഡി ആയില്ലേ? ഒന്ന് വേഗം വാ. എത്ര നേരം ഇത് നമ്മൾ നടത്തുന്ന പാർട്ടിക്ക് നമ്മളല്ല ഇവിടെ ആദ്യം എത്തണ്ടേ? ചേട്ടാ നമ്മുടെ പാർട്ടി ഉണ്ടല്ലോ, ഞാൻ ഒന്ന് ഇത്തിരി ഒരുങ്ങിയത്. പിന്നെ എന്റെ ഫ്രണ്ട്സ് ദിവ്യ ആൻസിയൊക്കെ വരുന്നുണ്ട് കേട്ടോ പാർട്ടിക്ക്. നിനക്കറിയാലോ ഇത് ഞാൻ എന്റെ കൊളീഗ്സിന് മാത്രമായിട്ട് വെച്ചിരിക്കുന്ന പാർട്ടിയാ. എന്റെ ഫ്രണ്ട്സിനെ പോലും ഞാൻ വിളിച്ചിട്ടില്ല. അവർക്ക് നമുക്ക് പിന്നെ ഒരു ട്രീറ്റ് കൊടുക്കാം. പിന്നെ ഇനി അവരെ വിളിച്ച് വേറെ ട്രീറ്റ് കൊടുക്കാൻ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. പിന്നെ അവര് 3 പേര് അറിഞ്ഞാലേ ഇരിപ്പതാ. എല്ലാവരും അറിയട്ടെ നമ്മുടെ സ്റ്റാറ്റസ് മാറിയായിരിക്കും. അതൊക്കെ നമുക്ക് അറിയിക്കാം. നീ ഇപ്പൊ കേറി. ഞാൻ പറഞ്ഞല്ലേ പിങ്ക് ഷർട്ട് ഇടാൻ. പിങ്ക് അല്ലേ? പിങ്ക്. നീ ഒന്ന് കേറി. കളറായിട്ടല്ലോ രണ്ടുപേരും. എവിടെ പോണ്? ഒരു പാർട്ടി ഉണ്ട്, അവിടെ വരെ പോവാ. അതെ, എല്ലാ നെയ്ബേഴ്സും ഒക്കെയാണ്. പക്ഷെ ഇവനുണ്ടല്ലോ, ഇവന് ഒരു ലോഡ് സംശയം. അറിയാലോ, വാതർന്ന അച്ഛനെ തുടങ്ങി അന്റാർട്ടിക്കല്ലേ അവൻ തീർക്കത്തുള്ളൂ. അതുകൊണ്ട് പാർട്ടിക്കാണെങ്കിൽ പെട്ടെന്ന് ഒഴിവാക്കിട്ടോ. ഞാൻ വണ്ടിയിലുണ്ടാവേ. അച്ഛൻ അതുപോലെ സുഖാടാ. സാരിയുള്ള അല്ലേ? താങ്ക്സ്. ഓക്കെ ബൈ. പ്രമോഷനൊക്കെ കിട്ടിയല്ലേ? ആ താങ്ക് യു. അതിന്റെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, അതിന് പോവാൻ നിൽക്കാൻ. അതിന്റെ പാർട്ടിയാ? ചേച്ചി ചാടി കയറിയുന്നുണ്ടല്ലോ. ആദ്യം എത്താൻ വേണ്ടിട്ടാണ്. ചേച്ചി വെറുതെ കോമഡിയാണ്ട്ടാ. ചേട്ടനെ വെറുതെ അടിപൊളിയാണ്ട്ടാ. എൻ്റെ അമ്മ എപ്പോഴും പറയും ചേട്ടനെ കണ്ടുപിടിക്കുക, ചേട്ടനെ കണ്ടുപിടിക്കുക, ചേട്ടനെ കണ്ടുപിടിക്കുന്നു. 3 വട്ടം പറഞ്ഞോ? 3 വട്ടോ എപ്പോഴും. അതെ, എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഞങ്ങളൊന്ന് ഞാൻ ചേട്ടൻ്റെ അടുത്ത് കുറേ പറയണം വിചാരിക്കണം. ചേട്ടൻ അറിയാലോ, ചേട്ടൻ എന്നെ കണ്ട കാലം തൊട്ട് ഞാൻ ആ ഫിനാൻസ് കമ്പനിയിലാണ്. ഒരു കയറ്റവും ഇല്ല ഇറക്കവും ഇല്ല. എന്നാൽ പിന്നെ എന്നെ പിരിച്ചുവിട്. അതും ഇല്ല. ആകെ പ്രഷറും സ്ട്രെസ്സൊക്കെ കയറിയിട്ടേ. അയ്യേ, ഈ പ്രായത്തിൽ അങ്ങനെ ടെൻഷനും സ്ട്രെസ്സിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ലല്ലോ. എനിക്കിഷ്ടമല്ല. എന്നിട്ട് എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ചോദിച്ചു എന്താ ചെയ്യേണ്ട. ആകെ ഡൗട്ടായി. അപ്പൊ അവരാ പറഞ്ഞ സൈക്കിളൊക്കെ എടുത്ത് ചവിട്ടി കഴിഞ്ഞാൽ സ്ട്രെസ്സൊക്കെ മാറുന്നു. പക്ഷേ ഈ ചവിട്ടി പാലൊക്കെ കയറുമ്പോഴാണ് സ്ട്രെസ് ഉണ്ടല്ലേ. എവിടെ കൊണ്ടു കളയുന്ന എനിക്കൊരു പിടിയില്ല കേട്ടോ. നീ അതൊക്കെ വിട്ട് എല്ലാം ശരിയാവും. ഓക്കെ ഓക്കെ. അതല്ല ഏട്ടാ ഞാൻ പറഞ്ഞു വന്നതേ. ചേട്ടന് ജോലിയുടെ ഒക്കെ ഇടയിലിരുന്നുകൊണ്ട് MBA എഴുതിയെടുത്തില്ലേ? എനിക്കാണ് ഈ സൈക്കിളോലും ചവിട്ടാൻ പറ്റണല്ലോ. എങ്ങനെ പറ്റണേട്ടാ എന്നൊക്കെ? അത് നമ്മൾ മനസ്സ് വെച്ചാൽ നടക്കുമല്ലോ. ഇപ്പൊ ഞാൻ തന്നെ അപ്ഗ്രാഡിലാണല്ലോ പഠിച്ചത്. അതേത് കോളേജ്? എടാ അത് കോളേജ് അല്ല, ഇന്ത്യയിലെ തന്നെ ഹയർ സ്റ്റഡീസിനുള്ള ഏറ്റവും ബെസ്റ്റ് കമ്പനിയാണത്. നീ ഫിനാൻസ് അല്ലേ? അവിടെ ഫിനാൻസും ഡാറ്റ മാനേജ്മെന്റ് ഇൻഷുറൻസ് ലോ അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാത്തിനും അവിടെ പ്രോഗ്രാം ഉണ്ട്. ഓഹോ, അല്ലാട്ട് ഇത് ഓൺലൈൻ കോഴ്സ് അല്ലേ? എന്റെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഒക്കെ ഉണ്ടാ?
എന്റെടാ IIT മദ്രാസ്, IIIT ബാംഗ്ലൂർ, ലിവർപൂൾ, ജോൺ മോസോളിലെ വലിയ വലിയ യൂണിവേഴ്സിറ്റിയിൽ നിനക്ക് കോഴ്സ് ചെയ്യാം. ഓ ഇനിയിപ്പോൾ ഈ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തന്നെ നിന്റെ ഇന്റർവ്യൂ സ്കിൽസ് പോളിഷ് ചെയ്തിട്ട് പ്ലേസ്മെന്റ് സപ്പോർട്ടും തരും. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് പ്രൊമോഷൻ കിട്ടില്ലേ? അല്ല ഏട്ടാ എവിടെ കിട്ടുന്നല്ല ഈ സംഭവം. എടാ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ ഉണ്ട്. സമയം പോലെ നീ അത് ഡൗൺലോഡ് ചെയ്ത് വായിച്ചിരുന്ന് പഠിക്കും. ഓക്കെ. എന്താ ചേച്ചി കൈതട്ടിയതാണാ? അല്ല ഏട്ടാ നമ്മുടെ ഈ റിട്ടയർമെന്റ് പ്ലാൻ ഒക്കെ എന്റെ വരുമ്പോഴേ പൊന്ന് ചന്തു, നിന്റെ പ്രൊമോഷന്റെ കാര്യങ്ങളൊക്കെ നീ ആദ്യം ഒന്ന് റെഡിയാക്ക്. അത് കഴിഞ്ഞ് നിന്റെ റിട്ടയർമെന്റ് വരുമ്പോഴല്ലേ അപ്പം ഞാൻ ജീവനോടുണ്ടെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് റെഡിയാക്കി തരാം. ഇപ്പൊ ഒട്ടും സമയമില്ല, പൊക്കോട്ടെ. അതെ, നീ ആ ഗേറ്റും കൂടി ഒന്ന് അടച്ചേ കേട്ടോ. അവർ പോയിട്ടാ നൈസായിട്ട് കയറിയാണ്ട് പണി നടത്തിക്കോ, ഒന്നും പേടിക്കാനില്ല. ഈ ഏരിയയിൽ എങ്ങനെ CCTV ക്യാമറ ഇല്ല, അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട കേട്ടാ. അല്ല സാറേ, നമുക്കൊന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് കയറിയാൽ പോരെ? എന്താടോ? അല്ല ഇന്നലത്തെ പോലെയല്ല, ഇന്ന് ഇവിടെ വന്നപ്പോൾ കൈയും കാലും മറിക്കുന്നു. ഇങ്ങനെ പേടിക്കല്ലേ സാറേ. അയാൾക്ക് വല്ല കൈമടക്കം കൊടുത്തിട്ട് ഫയൽ തരാൻ പറഞ്ഞാൽ അയാൾ തരത്തില്ലേ? കൈമടക്കണം തന്നാലുണ്ടല്ലോ എടോ, അവസാനം നിമിഷം രണ്ടും കൂടി എന്നെ പ്രാന്ത് പിടിപ്പിക്കരുതിട്ടാ. എടോ, അയാൾ നമ്മളെ പോലെയൊന്നും അല്ല. അയാൾക്ക് ഈ സത്യസന്ധത ആത്മാർത്ഥതയൊക്കെ ഇതിൻ്റെ ഇടയ്ക്കുള്ള പ്രശ്നങ്ങളാണ്. ഇതാണ് നമ്മുടെ അവസരം, മനസ്സിലായില്ലേ? ഇത് മിസ്സാക്കരുത്. അല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സാർ ആലോചിച്ചാൽ ചിലപ്പോൾ ഇതിന് നല്ല കിടില ഐഡിയ കിട്ടും. എന്നാ ശരി, ബാ നമുക്ക് ജയിലിൽ പോയിരുന്ന് പ്ലാൻ ചെയ്യാം. ഒന്നും അല്ലേക്കില്ല ചടിക്കും. ടൂളൊക്കെ എടുത്തണ്ട ചാക്ക. ആ എല്ലാ ഫയലും ചാക്കി ഇരിക്കോട്ടെ. നമ്മുടെ ഫയൽ മാത്രം എടുത്താൽ പോരെ? ഇനി താൻ അവിടെ പോയിരുന്ന് നമ്മുടെ ഫയൽ തന്ന് മറിച്ച് നോക്കി സമയങ്ങളാണ്. അവിടെയുള്ള എല്ലാ ഫയലും ലാപ്ടോപ്പും ഹാർഡ് ഡിസ്കും പെൻഡ്രൈവും അവൻ്റെ ലൈസൻസും ആധാർ കാർഡും കൂടെ എടുത്തു. സാറിനാ പിന്നെ റേഷൻ കാർഡ് കൊടുക്കാം, അവനിനി ജീവിക്കണ്ട. അല്ല സാർ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ? താൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനിവിടെ ഉണ്ടാവും. മനസ്സിലായില്ല, ഇവിടെ എല്ലാം സേഫാണ്. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തന്നെ വിളിച്ചോളാം. തന്നെ ഫോൺ വൈബ്രേഷനിലല്ലേ? അത് ഇന്നലെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വൈബ്രേഷനിലാക്കിയിട്ട് കുത്തി. അയ്യോ ഞാൻ എടുത്തില്ല, കുത്തിയിട്ടേക്കോ. സാറേ വീട്ടിൽ പോയി എടുത്തിട്ട് വരാം. അതിനൊന്നും ഇവിടെ സമയമില്ല. തൻ്റെ ഫോണില്ലേ? ആ എൻ്റെ ഉണ്ട്. ഓക്കെ, ഞാൻ വിളിച്ചോളാം കേട്ടാ. പേടിയൊന്നും ഇല്ലല്ലേ? ഒരു പേടിയില്ല, പിന്നെ ചെറിയൊരു ധൈര്യക്കുറവുണ്ട്. എന്നാ കൂടി എന്താടോ ധൈര്യത്തിലുള്ള മരുന്നാ സാറേ. ഞാൻ പൂക്കലിട്ട് മാറ്റിയതാ, ഫുള്ളി ഓർഗാനിക്, ധൈര്യത്തിന് ബെസ്റ്റാ. ഇവിടെ കൊടുത്തേ മതി മതി. അവിടെ ചെന്നൊന്നും കുളം നോക്കരുത് കേട്ടാ. ഓൾ ദി ബെസ്റ്റ്. പിന്നെ പരീക്ഷ എഴുതാനല്ലേ പോകുന്നു, ഓൾ ദി ബെസ്റ്റ്. ആർക്കും ഒരു സംശയം തോന്നില്ല, കള്ളന്മാരെ പോലെ പെരുമാറുകയും ചെയ്യില്ല. ആ അതന്നെ തന്നോട് എനിക്ക് പറയാനുള്ളത്. വാ, ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ നിന്നെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് വിളിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞാൽ മതി. ഈ രാത്രിയിൽ നൈറ്റ് ക്ലാസ്. ആരുമില്ല. ഹലോ, അവിടുത്തെ പരിപാടികൾ എന്തൊക്കെ? സാറേ ഞാൻ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പരിപാടിയൊന്നും ഇതുവരെ തുടങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. എടാ, അവനോടൊന്ന് പുറപ്പെട്ടിട്ട് അങ്ങോട്ട് എത്തിക്കോളും. എടാ പിന്നെ പരിപാടിക്ക് എന്തെങ്കിലും ചേഞ്ചോ കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പം തന്നെ എന്നെ വിളിച്ച് അറിയിക്കണേടാ. പരിപാടി അങ്ങനെ ചേഞ്ച് ഒന്നും വരത്തില്ല സാർ. അങ്ങനെ DJ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എടാ നീ എവിടെ DJ ൻ്റെ ഉള്ളിൽ നടക്കരുത്. എപ്പോഴും അവൻ്റെ മേത്തൊരു കണ്ടാവണം. അവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ വിളിച്ച് പറയണം. മനസ്സിലായി നിനക്ക്? അത് ഞാൻ ഏറ്റു. അല്ലെങ്കിലും എനിക്ക് DJ യോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഞാനൊക്കെ ഗാനമേളയുടെ ആൾക്കാരാണ്. സാർ ധൈര്യമായിട്ടിരി, ഞാൻ ഏറ്റു. ആ ശരി, നോക്കേ. അല്ലിനപ്പോൾ ഇതിൻ്റെ തരീണ്ട. അയ്യോ എന്താണ് ഇത്? ബിവറേജിൽ പോലും ഇല്ലാത്ത ബ്രാൻഡുകൾ. പക്ഷെ കള്ളിൻ്റെ മണമില്ല, എല്ലാത്തിനും എന്തൊരു കുഴമ്പിൻ്റെ മണം. അയച്ചാൽ റഷ്യൻ ബ്രാൻഡ് എങ്ങനെ തൈലത്തിൻ്റെ മണമായിരിക്കും, പക്ഷെ ബെസ്റ്റാ. എല്ലാം കൂടെ പെറുക്കി ചാക്കി കയറ്റിയല്ലോ. ഓ പകുതി കുപ്പിയും കാലി, ഇതൊക്കെ ആരടിച്ച് തീർത്ത്? ഞാനടിച്ച് തീർത്ത്. അതാരും അടിച്ച്? Thank you.